എന്റെ 10 kg വെയിറ്റ് ലോസിന്റെ സമയത്ത് ഞാൻ കഴിച്ചിട്ടുള്ള എന്റെ ഒരു ഫേവറേറ്റ് സാലഡ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. 43 grams ഓഫ് പ്രോട്ടീൻ ഈ ഒരൊറ്റ സാലഡിൽ നിന്ന് കിട്ടും. ഒരൊറ്റ മീൽ കൊണ്ട് 43 grams ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അടിപൊളിയല്ലേ? റെസിപ്പി ഇപ്പൊ തന്നെ സേവ് ചെയ്തോ കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് പനീറാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഹൈ പ്രോട്ടീൻ ലോ ഫാറ്റ് വരുന്ന മിൽക്കി മിസ്റ്റിന്റെ പനീറാ. നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നോടം വരെ മതി. പിന്നെ പറയാൻ വിട്ടുപോയി, ഞാനിത് ലഞ്ചായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ പനീറിന്റെ കൂടെ നമുക്കൊരു അര ക്യുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ നമുക്ക് അര കോൺ, ഇത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താണ്. അതിന്റെ കൂടെ ഹാഫ് ക്യാരറ്റ്, അതേപോലെ തന്നെ ഒരു ഹാഫ് പൊമഗ്രാനറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആപ്പിൾ വെച്ചിട്ടാണെങ്കിലും റീപ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് അര നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും മാത്രം ആഡ് ചെയ്തെടുക്കുക. ഞാൻ ഉപ്പൊക്കെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ള. ഇനി നമുക്ക് ഡ്രസ്സിങ് റെഡിയാക്കണം. ഈ ഡ്രസ്സിങ്ങിലാണ് ഇതിന്റെ ബാക്കി ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് യോഗട്ട് എടുക്കാം. യോഗട്ട് ഇല്ലാന്നാണെങ്കിൽ കേർഡ് ആയാലും മതി. ഒരു 3 സ്പൂൺ കേർഡ് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില, ഇതിന്റെ ഒന്നും അളവ് ഒരുപാട് കൂടണ്ട കേട്ടോ. പിന്നെ കുറച്ച് പുതിനയില, അതിലേക്ക് അര ടീസ്പൂൺ നമ്മുടെ കടുക്. ഇനി ആഡ് ചെയ്യുന്നതാണ് ഹണി കേട്ടോ. ഈ ഹണി എന്ന് പറയുന്നത് ഓപ്ഷണൽ മാത്രമാണ്. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഹണി ആഡ് ചെയ്യരുത്. ഹണി ആഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്വീറ്റ്നസ് ഉണ്ട്, അതിനുവേണ്ടി മാത്രമാണ്. വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ഡ്രസ്സിങ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്ക് ഇതിന്റെ ഡ്രസ്സിങ്ങിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കടുക് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഈ കടുകിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ, അതും അടിപൊളിയാണ്. ഞാനേ ഈ റെസിപ്പിയൊക്കെ ക്യാപ്ഷനിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ഈ സാലഡ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ് കേട്ടോ ഇത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.